നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള സമരം ശക്തമായി തുടരുമെന്നും കൊല്ലത്ത് തീരക്കടലിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായി ആലപ്പുഴയിൽ ആഴക്കടൽ സമരം നടത്തുമെന്നും ഭാരവാഹികൾ. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നുമാണ് സമരം ആരംഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായും ക്യാൻസർ പ്രതിരോധ പ്രവർത്തന ബോധവൽക്കരണത്തിന്റെ ഭാഗമായും പര്യടനം നടത്തുന്ന നിക്ഷയ് വാഹൻ പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ നിർവഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ചടങ്ങിൽ അധ്യക്ഷയായി. ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവയുടെ നേതൃത്വത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മാർച്ച് 8 ലോക വനിതാ ദിനത്തിലാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തു വരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ മാർച്ചും കളക്ടറേറ്റ് പടിക്കൽ ധർണയും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും HSLM MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള സമരം ശക്തമായി തുടരുമെന്നും കൊല്ലത്ത് തീരക്കടലിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായി ആലപ്പുഴയിൽ ആഴക്കടൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നുമാണ് സമരം ആരംഭിക്കുന്നത്. കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള സമരം ശക്തമായി തുടരുമെന്നും കൊല്ലത്ത് തീരക്കടലിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായി ആലപ്പുഴയിൽ ആഴക്കടൽ സമരം നടത്തുമെന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആർക്കാണോ കടൽ മണൽ ഖനനത്തിന് വേണ്ടി ടെൻഡർ ലഭിക്കുന്നത് അവർ പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് പറഞ്ഞാൽ ടെൻഡർ കിട്ടിയ ആൾ ഏതായാലും നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കില്ലല്ലോ. അപ്പോൾ അത് കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുകയാണ്. KPCCയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും റദ്ദാക്കണം. അത് റദ്ദാക്കുന്നവരെ ഞങ്ങൾ അതിശക്തമായി സമരം മുന്നോട്ട് പോകും. സമരത്തിൻ്റെ 3ാം ഘട്ടം എന്ന നിലയിൽ ആലപ്പുഴയിലാണ് സമരം. 8-ാം തീയതി ശനിയാഴ്ച തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെയും ആലപ്പുഴ DCC പ്രസിഡന്റ് B ബാബുപ്രസാദ് മുൻ MLAയുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ 100 കണക്കിന് വള്ളങ്ങളിലായി ആഴക്കടലിൽ പോയി സമരസംഗമം നടത്തുകയാണ്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും നിരവധി വള്ളങ്ങളിലായി മത്സ്യത്തൊഴിലാളികൾ ആഴക്കടലിൽ പോയി സമരസംഗമം നടത്തും. മത്സ്യത്തൊഴിലാളികളോടൊപ്പം AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആഴക്കടലിലേക്ക് യാത്ര ചെയ്യും. പുറംകടലിൽ വെച്ച് KC വേണുഗോപാൽ സമരസംഗമം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ധനമന്ത്രാലയം സെക്രട്ടറിയുടെ പ്രസ്താവന ശുദ്ധ തട്ടിപ്പാണ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വിഡ്ഢികളാക്കാനുള്ള ശ്രമത്തെ സമ്പൂർണമായും നിരാകരിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ യോഗത്തിൽ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമുദായിക വിഭാഗങ്ങളും ചേർന്ന് രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയെ പോലും മീറ്റിംഗിന് ക്ഷണിച്ചില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളെയും ക്ഷണിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവരെ മാത്രം വിളിച്ചോ എന്നതിനെ കുറിച്ച് അറിയില്ല എന്നും കടലിലെ മണൽ ഖനനം പദ്ധതി സമ്പൂർണമായും ഉപേക്ഷിക്കണം എന്നത് മാത്രമാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ലക്ഷ്യമെന്നും ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബുപ്രസാദ്, അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് G ലീലാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി AR കണ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായും ക്യാൻസർ പ്രതിരോധ പ്രവർത്തന ബോധവൽക്കരണത്തിന്റെ ഭാഗമായും പര്യടനം നടത്തുന്ന നിക്ഷയ് വാഹൻ പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ നിർവഹിച്ചു. ക്ഷയരോഗ നിവാരണം, ക്യാൻസർ പ്രതിരോധം എന്നിവയുടെ ബോധവൽക്കരണവുമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിക്ഷയ് വാഹൻ പര്യടനത്തിന് തുടക്കമായി. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ വാഹന പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ചടങ്ങിൽ അധ്യക്ഷയായി. ആശുപത്രി ഡെപ്യൂട്ടി DMO ഡോക്ടർ ആനന്ദ് വിഷയാവതരണം നടത്തി. സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ,
അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫാർമസി സർവീസസ് പത്മാദേവി, ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ കെ വേണുഗോപാൽ, RMO ഡോക്ടർ M ആശ, ഡോക്ടർ R അനുപമ, നഴ്സിംഗ് സൂപ്രണ്ട് റസി P ബേബി, JHI TS പീറ്റർ, PRO ബെന്നി അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് ആരംഭിച്ച നിക്ഷേപ് വാഹൻ, AN പുരം, ചന്ദനക്കാവ്, പഴവീട് ഹൗസിംഗ് കോളനി, കൈതവന, കളർകോട്, തിരുവമ്പാടി, ചുടുകാട്, ഇരുമ്പുപാലം, കല്ലുപാലം, KSRTC ഭട്ടതിരിപ്പുരയിടം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. ലഹരിക്കെതിരെ പ്രതിരോധം തീർത്ത് ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവയുടെ നേതൃത്വത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മാർച്ച് 8 ലോക വനിതാ ദിനത്തിലാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യമയക്കുമരുന്ന് ഭീഷണിയും അതുമൂലമുള്ള ആക്രമണങ്ങളും നിത്യസംഭവമാകുന്ന ഇക്കാലത്ത് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവയുടെ നേതൃത്വത്തിൽ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ ആരംഭിക്കുന്ന ക്യാമ്പയിനിൽ ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകൾ പങ്കാളികളാകുമെന്നും ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാറുകൾ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലൽ, കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കമുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ, പോലീസ്, എക്സൈസ് എന്നിവരുടെ സഹായത്തോടെ പരിശീലന പരിപാടികൾ, പ്രത്യേക നിരീക്ഷണ സ്ക്വാഡുകൾ രൂപീകരിക്കൽ എന്നിവയും നടത്തും. ഏപ്രിൽ 27-ന് ഓരോ റെസിഡൻസും സമ്പൂർണ്ണ ലഹരിമുക്ത മേഖലകളായി പ്രഖ്യാപിക്കുമെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സൗമ്യരാജ്, പ്രസിഡന്റ് ജോസ് ആറാത്തുംപള്ളി, റിയാസ് ഇസ്മായിൽ, ജമാൽ പള്ളാത്തുരുത്തി, മിനി വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഗോപകുമാർ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരം വിപത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ആഴത്തിലേക്ക് അല്ലെങ്കിൽ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാനും തീർച്ചയായും നമ്മളുടെ അസോസിയേഷന് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും വനിതകളെ ആയതുകൊണ്ട് തന്നെ വനിതകളിൽ നിന്ന് തന്നെ ഒരു തുടക്കം എന്നുള്ള ഒരാശയം വന്നത് അത്തരം ഒരു കാര്യത്തിൽ നിന്നാണ്. മാർച്ച് 8 വനിതാ ദിനത്തിൽ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ പരിധികളിലും വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ വനിതകളെല്ലാവരും തന്നെ വരികയും അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ സെമിനാറുകൾ ഓരോ റെസിഡൻസ് പരിധിയിൽ നടക്കുകയും ഒപ്പം തന്നെ ലഹരിമുക്ത പ്രതിജ്ഞകൾ എടുക്കുകയും ചെയ്യുകയാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തു വരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ മാർച്ചും കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലടക്കം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ ടാർപോളിൻ അഴിച്ചുമാറ്റി പെരുമഴയത്ത് ഇരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്നും മുഖ്യമന്ത്രിയെ പ്രതിയാക്കി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ വർക്കർമാർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം, കേന്ദ്ര ഗവൺമെന്റ് വിഹിതം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം, ഈ 3 ഘട്ടങ്ങളിലായി അവർക്ക് ഓണറേറിയം കൊടുക്കുന്നതാണ്. നമ്മളെല്ലാവരും കണ്ടു ആശാ വർക്കർമാർ ചെയ്യുന്ന പ്രവൃത്തി. കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് പലർക്കും കോവിഡ് വന്നപ്പോ നമ്മുടെ വീട്ടുകാർക്ക് പോലും നമ്മൾ നോക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും രക്തബന്ധുക്കൾക്കും നമ്മുടെ സ്വന്തം ബീജത്തിൽ അണ്ടത്തിൽ പിറന്നവർക്ക് പോലും കോവിഡ് വന്നപ്പോ നമ്മളെല്ലാവരും ഭയത്തോടു കൂടെ മാറുന്ന സന്ദർഭത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് കയ്യുമല് ഗ്ലൗസ് ഇട്ട്, മാസ്ക് ഇട്ട്, PP കിറ്റ് ഇട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നമ്മുടെ ജീവൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടവരാണ് ആശാവർക്കാരന്മാർ എന്ന് പറയുന്ന ഈ സാമൂഹ്യ സേവകരായ ആളുകൾ. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ ഇബ്രഹാം, D സുഗതൻ, നെടുമുടി ഹരികുമാർ, S ശരത്, KR മുരളീധരൻ, G സഞ്ജീവ് ഭട്ട്, തോമസ് ജോസഫ്, ബാബു ജോർജ്, സജി ജോസഫ് എന്നിവർ സംസാരിച്ചു. നേരത്തെ ആലപ്പുഴ ഭട്ടതിരിപ്പുരയിടത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരമാണ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി.
ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവന്ന 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പ് സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി. കളത്തിൽ വീട് FC 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഒരു മാസക്കാലത്തോളമായി വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ലീഗ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഓരോ മത്സരത്തിലും നിശ്ചയമായും കായിക താരങ്ങൾ നന്നായി തയ്യാറെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നിരന്തരമായ പരിശീലനത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു അസോസിയേഷനാണ്. ഈ വേദിയത്തിന് സന്നിഹിതരായ ഏതാണ്ട് എല്ലാ പേരും ഓരോ ആളുകളുടെയും ഒരു ജീവൻ പോലെ ഫുട്ബോളിനെ കൊണ്ടു നടക്കുന്നവരാണ് അതിൻ്റെ ഭാരവാഹികളെല്ലാം. ഞാൻ ചെറിയ പ്രായത്തിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഫ്രണ്ട്സിൻ്റെ കോർട്ടിൽ മണലാണ്, അവിടെ കളിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചെറിയ പ്രായത്തിൽ ഫുട്ബോൾ ഇങ്ങനെ തലയിൽ കയറ്റി കൊണ്ടു നടന്ന ആളാണ് പ്രിയപ്പെട്ട ശ്രീ വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ആലപ്പുഴയിലെ ഫുട്ബോൾ ഏത് ടൂർണമെന്റിന്റെയും മുന്നിൽ, ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിന്റെയും മുന്നിൽ ശ്രീ വിജയകുമാറിനെ പോലുള്ള ആളുകളുടെ ഒരു നിൽപ്പ് കാണാൻ കഴിയും. പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ അനസ് ഉൾപ്പെടെയുള്ള ആളുകൾ, കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം സ്വാഭാവികമായിട്ട് ഇപ്പോൾ വളരെ ആത്മാർത്ഥമായി നിൽക്കുന്നവരെ കാണാം. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കായിക ഇനത്തിന്റെ എല്ലാം ഒരു വളർച്ച എന്ന് പറയുന്നത് B ഡിവിഷനിൽ കൊറ്റംകുളങ്ങര FC, C ഡിവിഷനിൽ G. സുഗതൻ മെമ്മോറിയൽ വന്ദന FC, D ഡിവിഷനിൽ സ്കോർലൈൻ മറൈനേഴ്സും വിജയികളായപ്പോൾ SDVRC, ABC ആലപ്പുഴ, ഉദയ സ്പോർട്സ് ക്ലബ് എന്നിവർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കുര്യൻ ജെയിംസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബിനു ഭാസ്കർ, KA വിജയകുമാർ, PV പോൾ, മൈക്കിൾ ആൻഡ്രൂസ്, BH രാജീവ്, KRM ഷറഫ്, കുട്ടാച്ചൻ, B ഹരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ലീഗ് കൺവീനർ B അനസ്മോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ദേശീയ ഗെയിംസിൽ ഫുട്ബോൾ സ്വർണം നേടിയ കേരള ടീം മാനേജർ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി BH രാജീവ്, ജില്ലയിലെ ആദ്യ B ലൈസൻസ് ഫുട്ബോൾ കോച്ച് അലി അക്ബർ ഖാൻ, അസോസിയേഷന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് ഡോക്ടർ ജംഷീദ് M. മനാഫ് എന്നിവരെ H. സലാം MLA അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽ മണൽ ഖനനത്തിനെതിരെയുള്ള സമരം ശക്തമായി തുടരുമെന്നും കൊല്ലത്ത് തീരക്കടലിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായി ആലപ്പുഴയിൽ ആഴക്കടൽ സമരം നടത്തുമെന്നും ഭാരവാഹികൾ. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നുമാണ് സമരം ആരംഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായും ക്യാൻസർ പ്രതിരോധ പ്രവർത്തന ബോധവൽക്കരണത്തിന്റെ ഭാഗമായും പര്യടനം നടത്തുന്ന നിക്ഷയ് വാഹൻ പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ചടങ്ങിൽ അധ്യക്ഷയായി. ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവയുടെ നേതൃത്വത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മാർച്ച് 8 ലോക വനിതാ ദിനത്തിലാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തു വരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാന പ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ മാർച്ചും കളക്ടറേറ്റ് പടിക്കൽ ധർണയും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2024-25 സീസണിലെ ജില്ലാ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ സൂപ്പർ ഡിവിഷനിൽ FC കൊച്ചിൻ 12 പോയിന്റോടെ വിജയികളായി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.